തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ആൻ്റണി പെരുമ്പാവൂരാണ്, ഞങ്ങളുടെ തന്നെ പ്രൊഡക്ഷനാണ്. പക്ഷേ അത് ഏറ്റവും ആ സിനിമയ്ക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു പ്രൊഡ്യൂസർ. തീർച്ചയായിട്ടും അതിൽ ഒരു ക്വസ്റ്റ്യനോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിയുമ്പോൾ ആ സിനിമയുടെ ചാമ്പ് പോകും. അല്ല, തീർച്ചയായിട്ടും അത് ഒരു അങ്ങനെ ഒരു നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി അപ്പം അന്നേനോട് തുടക്കത്തിൽ പറഞ്ഞു, എന്നാൽ ഇതിനകത്ത് എന്താണ് വേണം അതങ്ങ് പറഞ്ഞേക്കുക, അത് ചെയ്തേക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു സിനിമയുടെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ സൈഡിലുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഒരു സിനിമയെ നശിപ്പിക്കാനും ഒരു സിനിമയെ ഭയങ്കരമായിട്ട് ചെയ്യാനും ഒരു പ്രൊഡ്യൂസർ സാധിക്കും. തീർച്ചയായിട്ടും ആ ഒരു ഭാഗം ഭയങ്കര എന്താ പറയുക, അതൊക്കെ ഒരു നമ്മൾ ആ സെറ്റ് തന്നെ ഇട്ടപ്പോൾ ഞാൻ ചെന്ന് ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇത്രയും വലിയൊരു സെറ്റ് ഇത്രയും പൈസ ആവശ്യമാണ് ഇടണം. കാര്യം അത്തരം എന്ത് എപ്പോഴും അങ്ങനെയാണല്ലോ, സിനിമ കാണുമ്പോൾ നമ്മൾ എന്തിനാണ് ചെയ്തതെന്ന് ആ സിനിമയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ്. തീർച്ചയായിട്ടും. പിന്നെ ഇതിൻ്റെ അകത്തൊരു ഒരു മെസ്സേജ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്ന് പഠിക്കാൻ ഒരുപാട് പാഠങ്ങൾ ഉണ്ടാകാം ഒരിക്കലും. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കിയത് ഒരു ഹയർ അതോറിറ്റി അല്ലെങ്കിൽ ഒരുപാട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. ഇവർ വളരെ സാധാരണ ഒരാളാണ്, നമുക്ക് ഈസി ആയിട്ട് അയാളിൽ നിന്ന് ഒരു കാര്യം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പക്ഷെ അതിൽ നിന്ന് അവർ മനസ്സിലാക്കുന്നു. പിന്നെ ഒരു കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളുടെ കഥയായിട്ടും കൂടെ ഈ സിനിമ മാറി. അല്ല, അത് തീർച്ചയായിട്ടും അതിനകത്ത് ഒരു ഡയലോഗായി. ശരിക്കും ലാലേട്ടൻ, ഞാൻ എഴുതിയപ്പോൾ പോലും എനിക്ക് അത്ര ഇതായിട്ട് തോന്നില്ല, പക്ഷേ ലാലേട്ടൻ പറഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഓരോരോ കുടുംബം വലുതാണ്, അതിന് അവിടെ എനിക്ക് ശരികൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. ശരിയാ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മൾ ശരികൾ ശരിയോ തെറ്റൊന്നുമില്ല, അതെല്ലാം നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്. പിന്നെ ഈ ജോർജ് കുട്ടിയുടെ ഫാമിലി സിനിമയുടെ തീർച്ചയായിട്ടും ഒരു കാസ്റ്റിങ്ങിൽ ചെറിയൊരു അപാകത ഉണ്ടെങ്കിൽ ജോർജ് കുട്ടിയുടെ ഫാമിലി ഇത്രയും രസകരമായിട്ട് മാറില്ല. കാര്യം ജോർജ് കുട്ടി എന്ന് പറയുന്നത് ഒരുപാട് പിശുക്കും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു 4ാം ക്ലാസ് ജയിച്ച ഒരാൾ, ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിതത്തിൽ മുന്നോട്ട് വന്ന്, ഭാര്യ എന്ന് പറയുന്ന കുറച്ചുകൂടെ സൗകര്യത്തിലും അവർക്ക് ഒരുപാട് ഈ സോക്കോൾഡ് ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ട്. അവർ പറയുന്നുണ്ടല്ലോ, ഈ അടുക്കളയ്ക്കകത്തിരിക്കുന്ന ഞങ്ങൾക്കും ചില ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഈ കഥ പറയുന്ന സമയത്ത് എനിക്ക് വന്ന് നിങ്ങൾ ഒരുപാട് ഇതിൻ്റെ ഒരു കാസ്റ്റിങ്ങിലേക്ക് വേണ്ടി ഒരുപാട് ആൾക്കാരെ മനസ്സിൽ വരികയും അവസാനമാണ് മീനയിലേക്ക് എത്തി. തീർച്ചയായിട്ടും. കാരണം എൻ്റെ മുമ്പിൽ ഞാൻ ഫേസ് ചെയ്തൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ അമ്മ യങ് ലുക്കിംഗ് ആയിരിക്കണം, അത് മസ്റ്റാണ്. കാരണം അമ്മ വേഷം ചെയ്യാൻ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്, അത് അതിൻ്റെ കഥയിൽ അത്യാവശ്യമാണ്. യങ് ലുക്കിംഗ് ഭംഗിയുള്ള ഒരാളായിരിക്കണം. അതിനെല്ലാം ഉപരി ഈ ജോർജ് കുട്ടിയുടെ പിശുക്ക്, ജോർജ് കുട്ടിയുടെ ഈ പറഞ്ഞ ചെറിയ കുറുമ്പുകൾ, അത് ശരിക്കും രസകരമാകുന്നത് കറക്റ്റായിട്ട് കൗണ്ടർ ചെയ്യുമ്പോഴാണ് ഇവർ തമ്മിൽ. അപ്പോൾ എന്നോട് ഇപ്പം ഇത് കണ്ടിട്ട് ഒരാളെന്നോട് വിളിച്ചു, അവരുടെ ഫാമിലിയിൽ തമ്മിലുള്ള ഫൈറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ലൈവാണ്, നമ്മുടെയൊക്കെ വീട്ടിൽ ഭയങ്കര എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനത്തെ റിയാക്ഷൻസ്, പ്രത്യേകിച്ചും ഞാൻ അതിനകത്ത് ഇതുണ്ട്, അവിടെ ഒരു കമ്പോസ്റ്റ് കുഴി കുത്തി അവിടെ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, എല്ലുപറയെ പണിത് പല്ലുപറയപ്പോൾ എനിക്ക് തിന്നണ്ട എന്ന് പറയുന്നിടത്തേക്ക് ആ മീനയുടെ ആ റിയാക്ഷൻസ് ഭയങ്കര രസകരമായിരുന്നു. അപ്പോൾ പക്ഷേ പല വഴി ആലോചിച്ചപ്പോഴും അന്ന് മീന എന്നുള്ളത് ആദ്യം ചിന്തിക്കാൻ ഞാൻ മീന തിരിച്ചു വരുന്നു എന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നെ നമ്മൾ ഒരുപാട് സിനിമ ചെയ്യുകയും പിന്നെ അവർ കുറച്ച് നാൾ സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യായിരുന്നു. അതെ, പക്ഷേ തീർച്ചയായിട്ടും അവരുടെ ശക്തമായ ഒരു തിരിച്ചുവരവ്. പക്ഷേ ലാലേട്ടൻ തന്നെ ആദ്യം സജസ്റ്റ് ചെയ്തപ്പോൾ അന്നേരം മീന തിരിച്ചു വരുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ മീന തിരിച്ചു വരുന്നു, ഞാൻ ചെന്ന് കഥ പറഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു സംശയം, ഈ അമ്മ വേഷം ചെയ്യുമോ എന്നുള്ളതായിരുന്നു. ഞാൻ ചെന്ന് മീനയോട് കഥ പറഞ്ഞപ്പോൾ മീന പറഞ്ഞു, ഇത് എനിക്ക് നന്നായിട്ട് ചെയ്യാനുള്ള ഒരു നല്ല ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആക്ട്രസിന് ഒരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റാത്ത ഒരു കഥാപാത്രം തന്നെ. തീർച്ചയായിട്ടും. അപ്പോൾ അത് മീന വന്നത് നമ്മുടെ പടത്തിന് ഭയങ്കര ഗുണകരമായി. മീനയെ സംബന്ധിച്ചോളം ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് ഒരു നല്ല ക്യാരക്ടറിലൂടെ എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഈ ജിത്തു കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ചിത്രങ്ങളുടെ അതിൽ നിന്നൊക്കെ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഒരു ഫാമിലി ഡ്രാമയിലേക്ക് വന്നിരിക്കുകയാണ്. ശരിക്കും മലയാള സിനിമയിൽ ഒരുപാട് അത്തരത്തിലുള്ള സിനിമകൾ കുറഞ്ഞിരിക്കുന്നൊരു സമയമാണ്. നമ്മൾ പുതിയ കഥകൾ തേടി പോകാം, പക്ഷേ അതിലൊരു സത്യസന്ധതയും കൂടെ വേണം. ഇത് സംഭവിക്കാവുന്ന ഒരു മേക്ക് ബിലീഫ് എന്ന് പറയുന്നത് കുറച്ച് ബിലീഫെങ്കിലും വേണം. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ട് ഒരു കുടുംബ ചിത്രത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നു ജിത്തു. അതിനെക്കുറിച്ച് എന്താണ്? തീർച്ചയായും ലാലേട്ട, കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒത്തിരി ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് വരുമ്പോൾ ഞാൻ പല ഫംഗ്ഷനുകളിലൊക്കെ പോകുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യമുണ്ട്, എന്നോട് ചോദിച്ചിട്ടുണ്ട്, ജിത്തു മലയാള സിനിമയിൽ നിന്ന് അമ്മമാരും കാണുന്നില്ല, എവിടുന്നോ ഒരു ഹീറോയിൻ വരുന്നു, എവിടുന്നോ ഒരു ഹീറോ വരുന്നു, അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ സിനിമ ഒരു ഫാമിലി ഇതിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളൊരു ഫീലിംഗ്. അപ്പം ഇത് ഇങ്ങനെ ആൾക്കാർ പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഇതൊരു ഫീഡ്ബാക്ക് ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനത് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ എല്ലാ സിനിമയും ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഡിഫറെൻറ്റ് ജോണറുകൾ ചെയ്യുമ്പോഴും
കുടുംബമായിട്ട് എല്ലാവർക്കും വന്നിരുന്നു വളരെ സഭ്യമായ രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല അങ്ങനത്തെ ഡയലോഗ്സ് അത് വളരെ രസകരമായ ഒരു കുടുംബത്തിൻ്റെ അകത്ത് പറയാൻ പറ്റുന്ന ഡയലോഗ്സ് നമ്മൾ ആഡ് ചെയ്യാം. അത് രസകരമായ രീതിയിൽ ആഡ് ചെയ്ത് ആ ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലിയുടെ കഥ വേണം. കാരണം ഫാമിലി വന്നാലാണ് സിനിമ യഥാർത്ഥത്തിൽ ഒരു ലോങ് റണ്ണിൽ അത് വിജയത്തിലേക്ക് പോകുന്നത്. ബാക്കിയെല്ലാം നിമിഷം. അതായത് ഒരു തിയേറ്ററിൻ്റെ അകത്ത് ഇരിക്കുന്ന 1000 പേരിൽ 900 പേർക്ക് സിനിമ ഇഷ്ടമാവണം, അല്ലാതെ 100 പേർക്ക് ഇഷ്ടമായ പോലെ. അങ്ങനെ 900 പേർക്കും ഈ സിനിമ ഇഷ്ടമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിൽ ഇത്രയും ഇഷ്ടമാക്കിയ സംവിധായകൻ ഞങ്ങളുടെയൊക്കെ പ്രിയ ഒരു ഇഷ്ട സംവിധായകനുമായിട്ട് മാറി. അപ്പോൾ ഈ സിനിമ ഏറ്റവും വലിയൊരു ശരിയായിട്ട് മാറട്ടെ, കാണുന്നവർക്കും ഇത് ശരിയായിട്ട് തോന്നട്ടെ. ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ അങ്ങേക്ക് ഈശ്വരൻ അവസരങ്ങൾ തരട്ടെ. അത്തരം സിനിമകളിൽ അഭിനയിക്കാൻ എനിക്കും അവസരം ഉണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്.